ഇന്ന് നമുക്ക് വേം ആൻഡ് വേം വീലിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു എക്സാമ്പിൾ സോൾവ് ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എ പിനിയൻ ഓർ വേം rotating at 700 rpm transmits 45 kilowatts. The speed reduction ratio is 25. Design the VAM and VAM gear drive and determine the transmission efficiency. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡാറ്റാ ബുക്ക് മഹാദേവനും ബാലവീർ റെഡ്ഡിയും ചേർന്ന് തയ്യാറാക്കിയ ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്ക് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് 4th എഡിഷനാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പവർ പി ഈസ് 45 kilowatts, N1 അതായത് സ്പീഡ് ഓഫ് ദ പിനിയൻ ഓർ സ്പീഡ് ഓഫ് ദ വേം. ഈ കേസിൽ പിനിയൻ എന്ന് പറയുന്നത് വേമാണ്, ഗിയർ എന്ന് പറയുന്നത് വേം ഗിയറും. സോ പിനിയൻ്റെ സ്പീഡ് N1 700 rpm. നമുക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി റേഷ്യോ 25. വെലോസിറ്റി റേഷ്യോ 25-ന് Z1 ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടീത്ത് ഇൻ പിനിയൻ ഈസ് 1. അതായത് നമ്മുടെ പിനിയൻ അല്ലെങ്കിൽ വേം എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാർട്ട് വേമായിരിക്കും. ഇത് നമുക്ക് കിട്ടുന്നത് ടേബിൾ 12.28b പേജ് നമ്പർ 244. വെലോസിറ്റി റേഷ്യോ ഐ എന്ന് പറയുന്നത് നമുക്ക് N1 ഡിവൈഡഡ് ബൈ N2 അല്ലെങ്കിൽ D2 ബൈ D1 അല്ലെങ്കിൽ Z2 ഡിവൈഡ് ബൈ Z1 ആണ്. സോ ഈ റിലേഷൻ്റെ അകത്ത് നിന്ന് N2 അതായത് സ്പീഡ് ഓഫ് ദ വേം ഗിയർ നമുക്ക് കണ്ടുപിടിക്കാം. അത് N1 ഡിവൈഡഡ് ബൈ ഐ ആയിരിക്കും. N1 ഈ കേസിൽ 700 ആണ്, ഐ 25 ആണ്. അതുകൊണ്ട് N2 നമുക്ക് 28 rpm എന്ന് കിട്ടും. Z2 അതായത് നമ്പർ ഓഫ് ടീത്ത് ഇൻ ദ വേം ഗിയർ നമുക്ക് കിട്ടുന്നത് ഐ ഇൻറ്റു Z1 എന്നാണ്. ഐ ഇവിടെ നമുക്ക് 25 ആണ്, Z1 1 ആണ്. ദെയർഫോർ Z2 നമുക്ക് കിട്ടുന്നത് 25 ടീത്ത് ആണ്. ഇനി നമ്മൾ ഈ ടീത്തിൻ്റെ ഫോം അസ്യൂം ചെയ്തിരിക്കുന്നത് 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് ആണെന്ന്. നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്തിരിക്കുന്നത് വേമിന് ഹാർഡൻഡ് സ്റ്റീലും വേം ഗിയറിന് ഫോസ്ഫർ ഗിയർ ബ്രോൺസും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ സിഗ്മ D1-ൻ്റെയും സിഗ്മ D2-ൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് ടേബിൾ 12.7 പേജ് നമ്പർ 234. സിഗ്മ D1-ൻ്റെ വാല്യൂ 345.2 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർഡ്, സിഗ്മ D2 82.4 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർഡ്. ഇവിടെ സിഗ്മ D2-ൻ്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് കമ്പയർഡ് ടു സിഗ്മ D1 വളരെ കുറവായതുകൊണ്ട് വേം ഗിയർ തന്നെയായിരിക്കും വീക്കർ എലമെൻറ്റ്. അതുകൊണ്ട് നമ്മുടെ ഡിസൈൻ എല്ലാം വേം ഗിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ സ്റ്റെപ്പ് 1-ൽ നമ്മൾ വേം ഗിയറിന് ഡിസൈൻ ചെയ്യുകയാണ്. അത് സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ ആദ്യം ആക്ച്വൽ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് കണ്ടുപിടിക്കുന്നു. FT ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 PCS ഡിവൈഡഡ് ബൈ V. ഇത് ഇക്വേഷൻ 12.7a ആണ്, പേജ് നമ്പർ 205. P എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ് ആണ്. അത് ഈ കേസിൽ 45 kilowatts ആണ്. CS എന്ന് പറയുന്നത് സർവീസ് ഫാക്ടർ ആണ്. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു 1.5. ഇത് അസ്യൂം ചെയ്യുന്നത് മീഡിയം ഷോക്കും 10 hours പെർ ഡേ വർക്കിങ്ങും ഉണ്ടെന്നുള്ള അസംഷനാണ്. ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത് ടേബിൾ 12.8 പേജ് നമ്പർ 235. ഇനി V എന്ന് പറയുന്നത് പിച്ച് ലൈൻ വെലോസിറ്റി ആണ്. V കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ D2 N2 ഡിവൈഡഡ് ബൈ 60 ആണ്. അതിൽ D2 എന്ന് പറയുന്നത് പിച്ച് ഡയമീറ്റർ ഓഫ് വേം ഗിയർ ആണ്. ദാറ്റ് ഈസ് M ഇൻറ്റു Z2. പക്ഷെ നമുക്ക് M-ൻ്റെ വാല്യൂ അറിയില്ലാത്തതുകൊണ്ട് പിച്ച് ലൈൻ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് M ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ Z2-ൻ്റെയും N2-ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിച്ച് ലൈൻ വെലോസിറ്റി V നമുക്ക് കിട്ടുന്നത് 36.63 ഇൻറ്റു 10⁻³ ടൈംസ് M ആണ്. M മോഡ്യൂളാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇൻ മില്ലിമീറ്റേഴ്സാണ്. ഈ വാല്യൂസ് പിയും CS-ഉം വെലോസിറ്റി പിച്ച് ലൈൻ വെലോസിറ്റി വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് FT എന്ന് പറയുന്നത് 18,42,751.8 ഡിവൈഡഡ് ബൈ M ആണ്. ഇനി നമ്മൾ ലെവിസ് ഇക്വേഷൻ്റെ അകത്ത് നിന്നും ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് കണ്ടുപിടിക്കുന്നു. ഈ ലെവിസ് ഇക്വേഷൻ
തന്നിരിക്കുന്നത് എഫ് ടി സിഗ്മ ഡി സി വി ബി വൈ എം ആണ്. ഇത് ഇക്വേഷൻ 12.53a ആണ്, പേജ് നമ്പർ 223. ഇതിൻ്റെ അകത്ത് നിന്ന് ഇതിൽ സിഗ്മ ഡി അലവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ് ആണ്. ഈ കേസിൽ സിഗ്മ ഡി ടു 82.4 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർഡ് ആണ്. അതിനെ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ 82.4 തന്നെ. ഫേസ് വിഡ്ത്ത് ബി നമ്മൾ 10 ടൈംസ് മോഡ്യൂൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഈ അസംഷൻ നമ്മൾ എടുക്കുന്നത് ഇക്വേഷൻ 12.5 എഫിൽ നിന്നാണ്. അത് പേജ് നമ്പർ 205. ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് ലെവിസ് ഫോം ഫാക്ടർ ആണ്. അത് പൈ ഇൻറ്റു y2 ആണ്. ഈ കേസിൽ y2വിൻ്റെ വാല്യൂ നമുക്ക് ടേബിൾ 12.28cയിൽ പേജ് നമ്പർ 244 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് എടുക്കുന്നത് 20 ഡിഗ്രി ഇൻവല്യൂട്ട് ടീത്തിന് തന്നിരിക്കുന്ന y2 വാല്യൂ ആണ്. അങ്ങനെ ക്യാപിറ്റൽ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.3925 ആണ്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ടിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് സി വി ആൻഡ് എം നമുക്ക് കിട്ടും. അത് നമുക്ക് കിട്ടുന്നത് 323.42 സി വി എം സ്ക്വയർഡ് എന്നാണ്. ഇനി നമ്മൾ ഈ രണ്ട് ടാൻജൻഷ്യൽ ടൂത്ത് ലോഡുകളെ ഇക്വേറ്റ് ചെയ്യുകയാണ്. എഫ് ടി ഈക്വൽ ടു 18,42,751.8 ഡിവൈഡഡ് ബൈ എം equal to 323.42 CV m squared. അതിൽ നിന്നും സി വി ഇൻറ്റു എം ക്യൂബ് ഈക്വൽ ടു 5,697.7 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ സി വി ഇൻറ്റു എം ക്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും 5,697.7 എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡുമാണ്. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മോഡ്യൂൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മോഡ്യൂൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ്. ഈ ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയറിൽ നമ്മൾ വേരിയസ് വാല്യൂസ്, പല വാല്യൂസോ എമ്മിൻ്റെ മോഡ്യൂളിൻ്റെ പല വാല്യൂസ് ചെക്ക് ചെയ്യും. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് സി ബി ഇൻറ്റു എം ക്യൂബ് ഈക്വൽ ടു 5,697.7 എന്നത് സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലെങ്കിൽ സി ബി ഇൻറ്റു എം ക്യൂബ് ഗ്രേറ്റർ ദാൻ 5,697.7 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഡ്യൂളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രയലിന് വേണ്ടി നമ്മൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഒരു അപ്രോക്സിമേഷൻ പ്രൊസീജിയറാണ്. ആ വാല്യൂ എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യൂബ് റൂട്ട് ഓഫ് ആർ എച്ച് എസ് ആണ്. ഈ ക്യൂബ് റൂട്ട് ഓഫ് ആർ എച്ച് എസ് നമുക്ക് കിട്ടുന്നത് 5,697.7 ആണ്. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 17.86. പക്ഷേ ഈ 17.86 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മോഡ്യൂൾ അല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റാൻഡർഡൈസ്ഡ് മോഡ്യൂൾ കണ്ടുപിടിക്കുന്നു. അത് 20 മില്ലിമീറ്റർ ആണ്. ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത് ടേബിൾ 12.29 പേജ് നമ്പർ 246. ഇനി നമ്മൾ ഡൈനാമിക് ലോഡ് അസ്യൂം ചെയ്ത് അതിന് കറസ്പോണ്ടിങ് വെലോസിറ്റി ഫാക്ടർ സി വി എടുക്കുകയാണ്. അതിൻ്റെ ഇക്വേഷൻ 6.1 ഡിവൈഡഡ് ബൈ 6.1 പ്ലസ് വി ആണ്. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ 12.53c പേജ് നമ്പർ 223. ഇതിൽ വി പിച്ച് ലൈൻ വെലോസിറ്റി ആണ്. വിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് മോഡ്യൂൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വി ഈക്വൽ ടു 36.63 ഇൻറ്റു 10⁻³ ടൈംസ് മോഡ്യൂളാണ്. മോഡ്യൂൾ 20 മില്ലിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിച്ച് ലൈൻ വെലോസിറ്റി വി നമുക്ക് കിട്ടുന്നത് 0.7326 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ഈ പിച്ച് ലൈൻ വെലോസിറ്റി സി വിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി വി നമുക്ക് കിട്ടും 0.8928. ഈ സി വിയും എമ്മും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി വി ഇൻറ്റു എം ക്യൂബ് നമുക്ക് കിട്ടുന്നത് 7142.4. ഈ വാല്യൂ നമുക്ക് ആർ എച്ച് എസ്, അതായത് 5,697.7 ഹയർ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന 20 മില്ലിമീറ്റർ എന്ന് പറയുന്ന മോഡ്യൂൾ നമുക്ക് സ്യൂട്ടബിൾ മോഡ്യൂളാണ്. പക്ഷേ ഇതിലും താഴെയുള്ള ഏതെങ്കിലും മോഡ്യൂൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിനുവേണ്ടി ഇതിന് തൊട്ട് താഴെയുള്ള മോഡ്യൂൾ, അതായത് 16 മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് ഇതിന് തൊട്ട് താഴെയുള്ള മോഡ്യൂൾ. ഇതും നമുക്ക് ആ ടേബിൾ 12.29 പേജ് നമ്പർ 246 അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്തെ വെലോസിറ്റി
പിച്ച് ലൈൻ വെലോസിറ്റി വി എന്ന് പറയുന്നത് 0.586 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി വി നമുക്ക് കിട്ടുന്നത് 0.9124 ആണ്. സി വിയും എമ്മും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി വി ഇൻറ്റു എം ക്യൂബ് നമുക്ക് കിട്ടുന്നത് 3737.2 ആണ്. ഈ വാല്യൂ ആർ എച്ച് എസിനേക്കാളും കുറവായതുകൊണ്ട് 16 മില്ലിമീറ്റർ എന്ന് പറയുന്ന മോഡ്യൂൾ സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്ന 20 മില്ലിമീറ്റർ എന്ന് പറയുന്ന മോഡ്യൂൾ തന്നെ, അതായത് മോഡ്യൂൾ 20 മില്ലിമീറ്റർ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നു. ആദ്യം വേം ഗിയറിൻ്റെ മോഡ്യൂൾ 20 മില്ലിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പിച്ച് ഡയമീറ്റർ D2 എം ഇൻറ്റു Z2 ആണ്. എം 20 ആണ്, Z2 25 ആണ്. അതുകൊണ്ട് D2 500 മില്ലിമീറ്റർ ആണ്. ഫേസ് വിഡ്ത്ത് B നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 10 ടൈംസ് മോഡ്യൂൾ ആണ്. അതുകൊണ്ട് B 200 മില്ലിമീറ്റർ. പിച്ച് P പൈ ഇൻറ്റു എം ആണ്. എം 20 മില്ലിമീറ്റർ ആയതുകൊണ്ട് പിച്ച് P നമുക്ക് 62.8 മില്ലിമീറ്റർ കിട്ടും. ഇനി വേമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ്. ആദ്യം ലീഡ് ആംഗിൾ ഗാമ, അത് 6 ഡിഗ്രി 20 മിനിറ്റ്സ് എന്ന് കിട്ടും. ഈ 6 ഡിഗ്രി 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് 6.33 ഡിഗ്രീസ് ആണ്. ഇത് നമുക്ക് കിട്ടുന്നത് ടേബിൾ 12.29 പേജ് നമ്പർ 246. അത് 20 മില്ലിമീറ്റർ മോഡ്യൂളിന് സിംഗിൾ സ്റ്റാർട്ട് വേം ഉള്ള കണ്ടീഷൻ, അത് വെച്ചിട്ടാണ് നമ്മൾ ലീഡ് ആംഗിൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി പിച്ച് ഡയമീറ്റർ D1 കിട്ടാൻ Z1 M ഡിവൈഡഡ് ബൈ ടാൻ ഗാമയാണ്. ഗാമ 6.33 ആണ്. Z1 1, M 20. അപ്പോൾ D1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 180.3 മില്ലിമീറ്റർ ആണ്. D1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12.46H, അത് പേജ് നമ്പർ 221. അടുത്തത് ഫേസ് ലെങ്ത് LW. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 14.14 പ്ലസ് 0.063 Z1 മൾട്ടിപ്ലൈഡ് ബൈ M. ഇത് ടേബിൾ 12.26 നിന്ന്, അത് പേജ് നമ്പർ 243 തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഫേസ് ലെങ്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Z1ൻ്റെയും എമ്മിൻ്റെയും വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫേസ് ലെങ്ത് 284.06 മില്ലിമീറ്റർ ആണ്. ഇനി സെൻറ്റർ ഡിസ്റ്റൻസ് A D1 പ്ലസ് D2 ബൈ 2 ആണ്. അത് 340.15 മില്ലിമീറ്ററിന് കിട്ടും. എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12.47A ആണ്, പേജ് നമ്പർ 222. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നു. എഫിഷ്യൻസി ഇറ്റായുടെ ഇക്വേഷൻ ടാൻ ഗാമ ഇൻറ്റു 1 മൈനസ് മ്യൂ ടാൻ ഗാമ ഡിവൈഡഡ് ബൈ മ്യൂ പ്ലസ് ടാൻ ഗാമ. ഇത് ഇക്വേഷൻ 12.57D, പേജ് നമ്പർ 225. ഇതിൽ മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.0422 ഡിവൈഡഡ് ബൈ VR റേസ് ടു 0.28. ഇത് ഇക്വേഷൻ 12.60A, പേജ് നമ്പർ 226. ഇതിൽ VR എന്ന് പറയുന്നത് റബ്ബിംഗ് വെലോസിറ്റി ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൈ D1 N1 ഡിവൈഡഡ് ബൈ 1000 കോസ് ഗാമ. ഗാമയുടെ വാല്യൂ 6.33 ആണ്. D1 180.3 ആണ്. N1 സ്പീഡ് ഓഫ് ദ വേം ഇൻ RPS 700 ഡിവൈഡഡ് ബൈ 60. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന VR 6.615 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ഈ VRൻ്റെ വാല്യൂ മ്യൂവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, അത് 0.0248. ഇനി എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ ഗാമ 6.33യും മ്യൂ 0.0248 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത് 0.815, അതായത് 81.5% ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഹീറ്റ് ജനറേറ്റഡും ഹീറ്റ് ഡിസിപ്പേറ്റഡും എത്രയാണുള്ളത് കണ്ടുപിടിക്കുന്നു. ഹീറ്റ് ജനറേറ്റഡ് QG 1000 kW മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് ഇറ്റ എഫിഷ്യൻസിയാണ്. KW എന്ന് പറയുന്നത് പവർ ഇൻ കിലോ വാട്ട്സ് ആണ്. ഇത് ഇക്വേഷൻ 12.63B ആണ്, പേജ് നമ്പർ 227. പവർ KW 45 കിലോ വാട്ട്സ് ആണ്. അതും ഇറ്റ എന്ന് പറയുന്ന എഫിഷ്യൻസി 0.815, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ QG നമുക്ക് കിട്ടുന്നത് 8.325 കിലോ വാട്ട്സ് ആണ്. ഇനി ഹീറ്റ് ഡിസിപ്പേറ്റഡ്
അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.407 ഡിവൈഡഡ് ബൈ 10⁻³ ഇൻറ്റു AG പ്ലസ് AW ഇൻറ്റു T2 മൈനസ് T1. ഇത് ഇക്വേഷൻ 12.63C, പേജ് നമ്പർ 227. ഇതിൽ AW എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് വേം ആണ്. അത് നമുക്ക് കിട്ടുന്നത് LW ഇൻറ്റു D1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്താണ്. അതിൽ LW എന്ന് പറയുന്നത് 284.06 ആണ്, D1 180.3 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ AW നമുക്ക് കിട്ടുന്നത് 51,216 mm². AG എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഗിയർ ആണ്. അത് π/4 ഇൻറ്റു D2². D2 500 ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന AGയുടെ വാല്യൂ 1,96,250 mm². ഇനി T2 മൈനസ് T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഗിയർ അസംബ്ലിയുടെയും ആംബിയന്റ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അത് നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേറ്റഡ് QD നമുക്ക് കിട്ടുന്നത് 5.036 kW എന്നാണ്. ഇതിൽ ഹീറ്റ് ഡിസിപ്പേറ്റഡ് ഹീറ്റ് ജനറേറ്റഡിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ കൂളിംഗ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡൈനാമിക് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്നു. ബീം സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെവിസ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ലെവിസ് ഇക്വേഷൻ്റെ അകത്തെ CVയുടെ ടൈം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബീം സ്ട്രെങ്ത് ആണ്. അപ്പോൾ ബീം സ്ട്രെങ്ത് FS ഈക്വൽ ടു 323.42 m². M എന്ന് പറയുന്നത് 20 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീം സ്ട്രെങ്ത് FS നമുക്ക് കിട്ടുന്നത് 1,29,368 ന്യൂട്ടൺ ആണ്. ഇനി ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കാൻ FD ഈക്വൽ ടു FT ഡിവൈഡഡ് ബൈ CV ആണ്. ഡൈനാമിക് ലോഡ് FT/CV ആണ്. ഇതിൽ FT എന്ന് പറയുന്നത് ആക്ച്വൽ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡാണ്. അപ്പോൾ ആക്ച്വൽ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് FT നമുക്ക് കിട്ടിയിരിക്കുന്നത് 18,42,751.8 ഡിവൈഡഡ് ബൈ M. M 20 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ FT നമുക്ക് കിട്ടുന്നത് 92,137.6 ന്യൂട്ടൺ ആണ്. CVയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ് 0.8928. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൈനാമിക് ലോഡ് FD നമുക്ക് കിട്ടുന്നത് 1,03,200 ന്യൂട്ടൺ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ബീം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡൈനാമിക് ലോഡിനേക്കാളും ഹയർ വാല്യൂ ആയതുകൊണ്ട് സ്ട്രെങ്ത് ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ സേഫ് ആണ്. ഇനി നമ്മൾ വിയർ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യം വിയർ ലോഡ് കണ്ടുപിടിക്കുന്നു. FW അത് D2BK ആണ്. ഇത് ഇക്വേഷൻ 12.62A ആണ്, പേജ് നമ്പർ 227. K എന്ന് പറയുന്നത് ലോഡ് സ്ട്രെസ് ഫാക്ടർ ആണ്. അത് ഡിപ്പെൻഡൻ്റ് ഓൺ മെറ്റീരിയൽ കോമ്പിനേഷൻ ആണ്. വേമിൻ്റെയും വേം ഗിയറിൻ്റെയും മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് നമുക്ക് കിട്ടുന്നത് ടേബിൾ 12.30, പേജ് നമ്പർ 246. K ഈ കേസിൽ നമുക്ക് 0.549 ആണ്. D2 500 ആണ്, B 200 ആണ്. Kയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ FWന് നമുക്ക് കിട്ടുന്നത് 54,900 ന്യൂട്ടൺ ആണ്. പക്ഷേ ഈ കേസിൽ വിയർ ലോഡ് അല്ലെങ്കിൽ ഈ വിയർ ലോഡ് എന്ന് പറയുന്നത് ഈ ഗിയറിൻ അസംബ്ലിക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വിയർ ലോഡാണ്. ആ വിയർ ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ FDയേക്കാളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഡൈനാമിക് ലോഡിനേക്കാളും കുറവായതുകൊണ്ട് ഇത് വിയറിൻ്റെ കേസിൽ സേഫ് അല്ല. അപ്പോൾ വിയറിൻ്റെ കേസിൽ സേഫ് അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ മെറ്റീരിയൽ കോമ്പിനേഷൻസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മോഡ്യൂൾ M 20 mm ആണ്. ഡിസൈൻ പാരാമീറ്റേഴ്സ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ സ്റ്റെപ്പ് 3ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് ജനറേറ്റഡ് ഹീറ്റ് ഡിസിപ്പേറ്റഡിനേക്കാളും കൂടുതലായതുകൊണ്ട് ആർട്ടിഫിഷ്യൽ കൂളിംഗ് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഡിസൈന് സ്ട്രെങ്തിന് സേഫ് ആണ്, പക്ഷേ വിയറിന് സേഫ് അല്ല. വിയറിന് സേഫ് അല്ലാത്തത് കൊണ്ട് മെറ്റീരിയൽ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്ത് ബെറ്റർ വിയർ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുവരേണ്ടി വരും. So that's all. Thank you.